നെക്സ്റ്റ് വരുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയാണ്. നമുക്കറിയാം ക്ലാസിക്കൽ തിയറിയിൽ ദാറ്റ് വാസ് സെൻറ്റേർഡ് ഓൺ എഫിഷ്യൻസി ആണ്. ദാറ്റ് വാസ് മോർ ഓവർ എ ഫങ്ഷണൽ അപ്രോച്ച് ആയിരുന്നു. നിയോ ക്ലാസിക്കൽ തിയറി ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി സെൻറ്റേർഡ് അപ്രോച്ച് ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. ഈ ഒരു തിയറി ദിസ് ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ കോംപ്ലക്സിറ്റി നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല ഒരു ഓർഗനൈസേഷൻ. അതിൻ്റെ ആസ് സച്ച് ഒരു ഇൻബിൽഡ് കോംപ്ലക്സിറ്റി ഉണ്ട്. ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽസ്, അതിനു പുറമെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഓർഗനൈസേഷൻ. അതിൽ ഇൻഡിവിജ്വൽസ് ഉണ്ട് വിത്ത് ദർ ഡൈവേഴ്സ് നീഡ്സ്, മോട്ടീവ്, ആസ്പിറേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് യൂണിവേഴ്സൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വയബിൾ അല്ല. നമ്മൾ പറയുന്ന എംപ്ലോയി സെൻറ്റേർഡ് അപ്രോച്ച് ആയാലും ഫങ്ഷണൽ ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ രണ്ടായാലും അത് ഏറെക്കുറെ പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഈ മോഡേൺ മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റീസ് റിക്വയർ കോംപ്ലക്സ് മാനേജറിയൽ സ്ട്രാറ്റജീസ് ഫോർ ഡീലിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിലേക്ക് മാനേജ്മെന്റിനെ കൊണ്ടുപോകുന്നതിന് പകരം മാനേജേഴ്സ് ഇത്തരം കോംപ്ലക്സ് ഇൻട്രാക്ഷൻസിന് ഒരു കോംപ്ലക്സ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള നീഡ്, മോട്ടീവ്സ്, ആസ്പിറേഷൻ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ മാനേജ് ചെയ്യാൻ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഡിഫറെൻറ്റ് ടൈംസ് ഫോർ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആവശ്യമായിട്ട് വരും. അപ്പം അതിനൊക്കെ സഹായിക്കുന്ന കുറേ ടൂൾസും ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള അനലിറ്റിക്കൽ ടൂളോടൊക്കെ കൂടി അത്തരം കാര്യങ്ങളും കൂടി ഉപയോഗിച്ച് ഒരു മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുക. കോംപ്ലക്സ് എംപ്ലോയി വ്യൂനെ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ വ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം മോഡേൺ മാനേജ്മെന്റ് തിയറിയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ടെക്നിക്സും അതിൻ്റെ മറ്റു രീതിയിലുള്ള അപ്രോച്ചും ഇറ്റ്സ് നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് സബ് അപ്രോച്ചുകളാണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, സിറ്റുവേഷണൽ അല്ലെങ്കിൽ കണ്ടീജൻസി അപ്രോച്ച്. അപ്പൊ ഈ 3 അപ്രോച്ചുകളും കൂടി ചേരുന്നതാണ് മോഡേൺ മാനേജ്മെന്റ്. അപ്പൊ ഇതിൽ ആദ്യം വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഇത്. നമുക്കറിയാം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് അനാലിസിസ് ആണ്. വളരെ പ്രിസൈസ് എക്സ്പ്രഷൻ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ലാംഗ്വേജ് കൂടിയാണ് മാത്സ്. മാത്സിൽ പറയുമ്പോൾ നമ്മൾ 1+1 = 2 എന്ന് പറയുന്നിടത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരാ പറഞ്ഞ 1+1 2 ആണെന്ന്? അപ്പോൾ ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ഒരു 24 മണിക്കൂറാണ് ഒരു ദിവസം, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ, അങ്ങനെ വരുമ്പോൾ അവിടെ മാത്സിന്റെ പ്രിസിഷനാണ് നമ്മളുടെ എൻറ്റയർ ലൈഫിനൊരു ഓർഡർ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അത്രയും പ്രിസൈസ് എക്സ്പ്രഷൻ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പിനുള്ളൊരു ലാംഗ്വേജ് ആൻഡ് അനാലിസിസിനുള്ളൊരു ടൂളാണ് മാത്സ് എന്നുള്ള. മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്നൊരു സംഭവം വന്നത്. പിന്നെ ഓപ്പറേഷൻസ് റിസർച്ച് അപ്രോച്ച് എന്നും കൂടി പറയാറുണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് ടെക്നിക്സ് for providing quantitative base for managerial decision. മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ലോജിക്കൽ പ്രോസസ്സിന് മാത്തമാറ്റിക്കൽ മോഡൽസും ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് അങ്ങനെയുള്ളതിന്റെ ബേസിൽ നിന്ന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും. ഇതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അപ്രോച്ചിന്. നിങ്ങൾ മാനേജ്മെന്റ് സയൻസ് എന്നൊരു പേപ്പർ പഠിക്കും.
ഒരു സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ആൾക്കാർ അവരുടെ സർവീസിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ആ ലെങ്ത് ഓഫ് ദ ക്യൂ അതിൽ നിൽക്കുന്ന ടൈം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തൊട്ടിട്ട് അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം തൊട്ടിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഒരു പ്രിസൈസ് ആൻസർ, അനാലിറ്റിക്കൽ ആൻസർ എന്നുള്ള രീതിയിൽ ഉള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങും കുറച്ചും കൂടി ഇക്കണോമിക്കും ഇഫക്റ്റ് മാത്സിന്റെ സഹായം കൂടി ഉപയോഗിക്കുക, അതാണ് ആക്ച്വലി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അപ്രോച്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യം വരണേന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ആ ഓൾട്ടർനേറ്റീവ്സ് പലതും കൂടി തന്നെയാണ് വരുന്നത്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. പിന്നെ വളരെ നിഷ്പക്ഷമായ അനാലിസിസിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് വളരെ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു അനാലിസിസിന്റെ ബേസിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥയാണ് എന്ന് മിക്കതും ഓർഗനൈസേഷനിൽ. അതിന്റെ റിസൾട്ട് ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട്, നമ്മളിങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ പോലെയല്ല, മറിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് റിസ്ക് ആൻഡ് റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒപ്റ്റിമം ബാലൻസ് ആവശ്യമാണ്. മോഡേൺ എന്റർപ്രൈസിന്റെ ഒരുപാട് എലമെന്റ്സിൽ ഒരു ഒപ്റ്റിമം ബാലൻസ് കൊണ്ടുവരാൻ പലപ്പോഴും മാത്തമാറ്റിക്കൽ ടൂളിന്റെ ആവശ്യം വരാറുണ്ട്. അപ്പൊ അതിൽ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് ഉണ്ട്, അത് പ്യുവർ ഡിസിഷൻ മേക്കിങ്ങിന്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അത് പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുള്ള മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ വരുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇതിങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അപ്രോച്ച് ഉണ്ട്. നമ്മൾ ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഈ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽസ്, റിലേഷൻഷിപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി റീസണബിൾ ആക്കാം. ഇപ്പൊ നിങ്ങൾ പഠിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, പ്രോഡക്റ്റിന്റെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ, ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്ങിന്, ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് വേണ്ട ഈ വക എല്ലാ കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്ഷൻ മാനേജ്മെന്റും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ മാത്തമാറ്റിക്സ് ടൂളുകളുടെ ആപ്ലിക്കേഷൻ ആണ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻഫർമേഷൻ ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ സമയത്ത് കൊടുക്കണം. അപ്പൊ ഒരു മാനേജർക്ക് തന്നെ അയാൾക്ക് അങ്ങനെയുള്ള ഒരു മാനേജർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അപ്പൊ വെറുതെ അയാൾക്ക് ഇങ്ങനെ ഗ്രഹിച്ച് എടുക്കാൻ പറ്റില്ല. അയാൾക്ക് അതിന് റെലവെന്റ് ഇൻഫർമേഷൻ വേണം. അത് എപ്പോഴെങ്കിലും കിട്ടിയ പോലെ തീരുമാനം എടുക്കാൻ ആവശ്യമുള്ള സമയത്ത് അയാൾക്ക് കിട്ടണം. അതിന്റെ ബേസിസിൽ ഈ ഇൻഫർമേഷൻ വെച്ച് അതൊന്ന് പ്രോസസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടൊക്കെ ഡിസിഷൻസ് എടുക്കുക. അപ്പൊ അങ്ങനെ ഇൻഫർമേഷനെ ഒരു ഡേറ്റാബേസ് ആയിട്ട് സൂക്ഷിക്കുകയും ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ള കൊടുക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും ആക്ച്വലി മാത്തമാറ്റിക്കൽ ടൂളിന്റെ ഉപയോഗമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് ഉണ്ട്, ക്യൂയിങ് തിയറി ഉണ്ട്, ഇൻവെന്ററി മോഡലിംഗ് ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, പ്രിവെന്റീവ് കൺട്രോൾ ആൻഡ് റീപ്ലേസ്മെന്റ് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഗെയിം തിയറി, അങ്ങനെ ഒരുപാട് കോമ്പറ്റേറ്റീവ് പ്രോബ്ലംസ് ആൻഡ് ഗെയിം തിയറി ഉണ്ട്. അങ്ങനെ ഒത്തിരി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ പലപ്പോഴും നമ്മൾക്ക് ഉപയോഗിക്കാം നമ്മളുടെ എന്താ പറയുക മാനേജ്മെന്റിൽ. ആ ഒരു അതിനെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്.